Hi dears, welcome back to my channel. How are you all? I hope all are fine. അപ്പോൾ ഇന്ന് നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഒന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്ന് പഠിച്ചാലോ? പഠിക്കുകയല്ല, നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാലോ? കഴിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കൂലേ? ഇപ്പോൾ ആരുടെ അടുത്തെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അപ്പം നമുക്കത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടത് എന്നറിഞ്ഞാലല്ലേ നമുക്ക് സംസാരിക്കാനൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ അല്ലേ? സോ ആരും പേടിക്കേണ്ട, ആരും ടെൻഷൻ അടിക്കേണ്ട. അത് നമ്മൾ ഇന്നത്തോടെ ആ കാര്യത്തിലൊരു തീരുമാനമാക്കാം, നമുക്ക് പഠിച്ചെടുക്കാം കേട്ടോ. സോ കഴിഞ്ഞു പോയ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ് കഴിഞ്ഞു പോയ കാര്യം പാസ്റ്റിലുള്ളതാണ്. അതിപ്പോഴും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ ആ കഴിഞ്ഞു പോയ കാര്യം അവിടെ പാസ്റ്റിൽ കഴിഞ്ഞു, ഇപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾക്ക് കൃത്യമായിട്ടൊരു ടൈം നമ്മൾ അറിയണം. ടൈം മീൻസ് എപ്പോഴാണ് അത് സംഭവിച്ചത്, ഏത് സമയത്താണ് അത് സംഭവിച്ചത് എന്നൊക്കെ അറിയുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. കഴിഞ്ഞു പോയ കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി ഒരു V1, V2, V3 എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ വേർബിന്റെ ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ സെക്കൻഡ് ഫോമാണ് ഇവിടെ എല്ലായിടത്തും യൂസ് ചെയ്യേണ്ടത്. V2 വേർബിന്റെ രണ്ടാമത്തെ ഫോം, അതായത് പാസ്റ്റ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ യൂസ് ചെയ്യുന്ന ഫോമാണ് V2 എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില വേർബുകൾക്ക് നമ്മൾ ലാസ്റ്റ് ED ചേർത്തിട്ടാണ് നമ്മളുടെ പാസ്റ്റ് ഫോം ഉണ്ടാക്കുക. പക്ഷെ ചില വേർഡ്സിന് ചില വേർബിന് അങ്ങനെ ED ചേർത്ത് ഉണ്ടാക്കാൻ കഴിയില്ല. ഇങ്ങനെ ED ചേർത്തിട്ട് ഉണ്ടാക്കുന്ന വേർബുകൾക്ക് പറയും റെഗുലർ വേർബ് എന്നും, ED ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റാത്ത വേർബുകൾക്ക് പറയും ഇറഗുലർ വേർബ് എന്നും. ഇത് ഞാൻ ഒരുപാട് വീഡിയോസിൽ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇതിൽ നമുക്കൊരു റെഗുലർ വേർബ്സിന്റെ എക്സാമ്പിൾസ് ആദ്യം നമുക്കൊന്ന് നോക്കാം. ഇന്നലെ രാത്രി അല്ലെങ്കിൽ കഴിഞ്ഞ രാത്രി അവര് ഒരു മൂവി കണ്ടു. കഴിഞ്ഞ രാത്രി അവരൊരു മൂവി കണ്ടു എന്ന് പറയാണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ മൂവിയൊക്കെ കാണുക എന്നുള്ളതിന് നമ്മൾ പറയും വാച്ച് എന്ന് പറയും അല്ലെ. വാച്ച് എന്ന് പറഞ്ഞാലാണ് നമ്മൾ വീക്ഷിക്കുക, ശ്രദ്ധിച്ച് കാണുന്നതിന് വാച്ച് എന്നാ പറയുക അല്ലെ. സോ വാച്ചിന്റെ V2 ഫോം എന്താണ്? വാച്ച്ഡ് എന്നാണ് അല്ലെ. വാച്ചിന്റെ V2 ഫോം വാച്ച്ഡ് എന്നാണ് അല്ലെ. സോ അപ്പോൾ അവർ കണ്ടു, എങ്ങനെയാണ് അവർ കണ്ടു എന്ന് പറയാണ്? ദേ വാച്ച്ഡ്. അവർ കണ്ടു എന്നുള്ളതിന് ദേ വാച്ച്ഡ്. എന്താ കണ്ടത്? എ മൂവി. എന്താ കണ്ടത്? എ മൂവി. എപ്പോഴാ കണ്ടത്? ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞ രാത്രി. ദേ വാച്ച്ഡ് എ മൂവി ലാസ്റ്റ് നൈറ്റ്. അവര് ഇന്നലെ രാത്രി ഒരു മൂവി കണ്ടു. അതവിടെ തീർന്നു അല്ലെ. അതിന്റെ എഫക്റ്റ് ഇപ്പൊ ഉണ്ടോ? ഇന്നലെ കഴിഞ്ഞു, ഒരു ടൈം നമ്മൾ പറഞ്ഞു, കഴിഞ്ഞു ആ സംഭവം. അതുപോലെ വേറൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഞാൻ ഒരു 10 മിനിറ്റ്സ് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 10 മിനിറ്റ്സ് ഡെയിലി 10 മിനിറ്റ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കണം എന്നുള്ളത്. എല്ലാവരും അതുപോലെ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഇംഗ്ലീഷിൽ കോൺഫിഡൻസോട് കൂടെ സംസാരിക്കാൻ പറ്റൂ. അത് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ 10 മിനിറ്റ്സ് ഞങ്ങൾ എന്ത് ചെയ്തു? ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തു എന്ന് നമുക്ക് പറഞ്ഞൂടെ? എങ്ങനെയാണ് പറയാ? ഞാൻ 10 മിനിറ്റ്സ് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തു. അങ്ങനെയാണ്. പ്രാക്ടീസിന്റെ V2 ഫോമാണ് അവിടെ എടുക്കേണ്ടത് അല്ലെ. പ്രാക്ടീസ്ഡ് എന്നാ പറയാ പ്രാക്ടീസ്ഡ്. സോ ഐ പ്രാക്ടീസ്ഡ് ഇംഗ്ലീഷ്. ഐ പ്രാക്ടീസ്ഡ് ഇംഗ്ലീഷ്. എത്ര? 10 മിനിറ്റ്സ് അല്ലേ? ഫോർ 10 മിനിറ്റ്സ് 10 മിനിറ്റ് ഞാൻ എന്ത് ചെയ്തു? ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ദേ വാച്ച്ഡ്. പിന്നെ നമ്മൾ ഐ പ്രാക്ടീസ്ഡ്. അതേപോലെ ഞാൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഞാൻ മാത്സ് 2 മണിക്കൂർ പഠിച്ചു. അങ്ങനെ പറയാം. മാത്സ് ഞാൻ 2 മണിക്കൂർ പഠിച്ചു. അങ്ങനെ പറയാം. ഞാനല്ല കേട്ടോ, അവളായിക്കോട്ടെ. അവള് മാത്സ് 2 മണിക്കൂർ പഠിച്ചു എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഷീ സ്റ്റഡീഡ് മാത്സ് ഫോർ 2 hours. അപ്പോൾ നോക്കിയേ, അവിടെ സ്റ്റഡീഡ് എല്ലായിടത്തും, അത് ഐ ആയിക്കോട്ടെ, ഹി ആയിക്കോട്ടെ, ഷീ ആയിക്കോട്ടെ, ദേ ആയിക്കോട്ടെ, വി ആയിക്കോട്ടെ, എന്ത് വന്നാലും നൗണ് പ്രൊനൗണ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നമ്മുടെ വേർബിന്റെ ഫോം എന്തായിരിക്കും? V2 ഫോമിലായിരിക്കണം. അത് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അത് ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതൊക്കെ റെഗുലർ വേർബുകളാണ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ
വാച്ച്ഡ്, സ്റ്റഡീഡ്, പ്രാക്ടീസ്ഡ് ഇതൊക്കെ റെഗുലർ വേർബുകളാണ്. അതായത് ഇ.ഡി ചേർത്തിട്ടാണ് V2 ഫോം ഉണ്ടാക്കിയത്. ഇനി നമുക്ക് കുറച്ച് ഇറഗുലർ വേർബ്സിന്റെ എക്സാമ്പിൾസ് നോക്കിയാലോ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഗോ എന്നുള്ള വേർഡ് എടുക്കാം കേട്ടോ. ഗോ എന്ന് പറയുന്നതിന്റെ V2 എന്താണ്? ഗോ എന്നുള്ളതിന്റെ V2 വെന്റ് എന്നാണ്. എന്താണ്? V1 V2 V3 ഇതിന്റെ കൂടെ പറഞ്ഞു നോക്കട്ടെ. ഗോ, വെന്റ്, ഗോൺ. എങ്ങനെയാണ്? ഗോ, വെന്റ്, ഗോൺ എന്ന് പറയാം. അപ്പൊ വെന്റ് എന്നുള്ളതാണ് V2 ഫോം. പോയി എന്ന് പറയാന് വെന്റ് എന്നാണ് യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കിയാലോ. ഞാന് ഇന്നലെ ഒരു ഷോപ്പിലേക്ക് പോയി. എങ്ങനെയാ പറയാ? I went to the shop yesterday. I went to the shop yesterday. ഞാൻ ഇന്നലെ ഒരു ഷോപ്പിലേക്ക് പോയി. കേട്ടോ, went ആണ് വന്നത്. ഇതുപോലെ വേറെ റെഗുലർ വേർബ് ഏതാണ്? ഒരു റെഗുലർ വേർബ് എക്സാമ്പിൾ പറഞ്ഞേ. കമ്മിന്റെ V2 ഫോം എന്താ? കം. കം എന്നുള്ളതിന്റെ V2 V3 എന്നതിന്റെ കൂടെ പറഞ്ഞേ. കം, came, come. എങ്ങനെയാണ്? കം, came, come. അപ്പൊ came എന്ന് പറഞ്ഞാൽ എന്താണ്? വന്നു. അപ്പൊ എക്സാമ്പിൾ നോക്കാം. കഴിഞ്ഞ രാത്രി അവള് വീട്ടിലേക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. കഴിഞ്ഞ രാത്രി അവള് വീട്ടിലേക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത് എന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. ഷീ കെയിം ഹോം ലേറ്റ്. അവള് നേരം വൈകിട്ട് വീട്ടിൽ വന്നു. എപ്പോ? ലാസ്റ്റ് നൈറ്റ്. ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. പിന്നെ നോക്കിയേ വേറെ എക്സാമ്പിൾ. ഇപ്പോൾ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കി. ഞാനൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കി എന്ന് പറയാം കേട്ടോ. അതെങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാം? ഉണ്ടാക്കി എന്നുള്ളതിന് എന്താണ്? മെയ്ക്ക് എന്ന് പറയുന്നതിന്റെ V2 V3 ഫോം എന്ന് പറഞ്ഞേ. മെയ്ക്ക്, മെയ്ഡ്, മെയ്ഡ്. എങ്ങനെയാ വരിക? മെയ്ക്ക്, മെയ്ഡ്, മെയ്ഡ് എന്നാണ് വരിക. സോ V2 ഫോം മെയ്ഡ് എന്നാണ് അല്ലെ. സോ മെയ്ഡിന്റെ മെയ്ഡ് വെച്ചിട്ടൊന്ന് പറഞ്ഞേ. ഞാന് ഉണ്ടാക്കി. ഐ മെയ്ഡ്. എന്താ ഉണ്ടാക്കിയത്? എ കേക്ക്, ഒരു കേക്ക്. I made a cake for the party. പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കി. ഇവിടെ നമ്മൾ ടൈം ഒന്നും പറഞ്ഞില്ല അല്ലെ. പക്ഷെ അത് കേട്ടാൽ തന്നെ അറിയാം പാർട്ടി കഴിഞ്ഞു. ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ. ആ പാർട്ടി കഴിഞ്ഞു എന്നുള്ള ആ ഒരു ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി പാർട്ടി എന്നാണ് എന്ന് നമുക്കിവിടെ അറിവുണ്ട് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ആ പാർട്ടിക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കിയത്. സോ അവിടെ നമ്മൾ പ്രത്യേകിച്ച് ടൈമൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് എന്താണ്? ഒരു കഴിഞ്ഞു പോയ കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞ 3 വേർബുകൾ ഏതൊക്കെയാണ് എന്നൊന്ന് ഓർത്ത് നോക്കിയാൽ. വെന്റ്, കെയിം, പിന്നെന്താ പറഞ്ഞത്? മെയ്ഡ് അല്ലെ. വെന്റ്, കെയിം, മെയ്ഡ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? ഇറഗുലർ വേർബ്സിന് എക്സാമ്പിൾസ് ആണ്. കുറച്ചും കൂടെ എക്സാമ്പിൾസ് നമുക്ക് നോക്കിയാലോ. ഇപ്പോ അവര് അല്ലെങ്കിൽ അവനായിക്കോട്ടെ അല്ലെ. അവന് ഒരുപാട് കൺട്രീസ് വിസിറ്റ് ചെയ്തു. അപ്പോൾ അതിപ്പോ നടക്കുന്നുണ്ടോ? വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. സോ അത് നമ്മൾ എങ്ങനെയാണ് പറയാ? ഹി വിസിറ്റഡ് മെനി കൺട്രീസ്. അതേപോലെ അല്ലെങ്കിൽ അവൻ ട്രാവൽ ചെയ്തു എന്നും പറയാം. അങ്ങനെയാണ് ഹി ട്രാവൽഡ് ടു മെനി കൺട്രീസ്. അതാണെങ്കിൽ എങ്ങനെ വരും? ഹി ട്രാവൽഡ് ടു മെനി കൺട്രീസ്. അവൻ ഒരുപാട് കൺട്രീസിൽ ട്രാവൽ ചെയ്തു. ഇപ്പോ ഞങ്ങളൊരു 5 വർഷം ഇപ്പോൾ പാരീസിൽ താമസിച്ചു. ഞങ്ങൾ 5 വർഷം പാരീസിൽ താമസിച്ചു. ഇപ്പൊ താമസിക്കുന്ന വേറെ സ്ഥലത്താണ് കേട്ടോ. അപ്പൊ 5 വർഷം പാരീസിൽ താമസിച്ചു എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? I lived in Paris for 5 years. എങ്ങനെയാണ്? ഞാൻ lived താമസിച്ചു in Paris പാരീസിൽ എത്ര വർഷത്തോളം? for 5 years. ഞങ്ങൾ 5 വർഷത്തോളം പാരീസിൽ താമസിച്ചു. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ എന്ത് യൂസ് ചെയ്ത്? ഒരു ടൈം യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഒരു ടൈം വെച്ചിട്ടാ പറഞ്ഞത്. അത് ഇന്നലെ രാത്രി ആവാം, ഇന്നലെ ആവാം. അങ്ങനെ ഒരു ടൈം വെച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 2 hours എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ പറഞ്ഞത് അല്ലെ. സോ ഇങ്ങനെ നമ്മൾ എന്താ പറയാ, ടൈം വെച്ചിട്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയുന്നതിന് ഇംഗ്ലീഷിലൊരു പേരുണ്ട് കേട്ടോ. അതിന് പറയുന്ന പേരാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഇതൊരു ടെൻസാണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പാസ്റ്റ് ടെൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിച്ചു, പ്രസന്റ് കണ്ടിന്യൂസ് പഠിച്ചു. അതൊക്കെ എത്ര സിമ്പിൾ ആയിട്ടാണല്ലേ പഠിച്ചു വന്നത്. അതേപോലെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇതിന്റെ ഒരു ഫോം ശ്രദ്ധിച്ചു അല്ലെ. ഇതിന്റെ ഒരു ഫോമുല ശ്രദ്ധിച്ചു. എങ്ങനെയാണ്?
സബ്ജക്റ്റ്, ഫസ്റ്റ് സബ്ജക്റ്റ് ആണ് പറഞ്ഞത് അല്ലെ. പിന്നെ എന്താ പറഞ്ഞത്, വേർബിന്റെ രണ്ടാമത്തെ ഫോമാ പറഞ്ഞത് അല്ലെ, V2 എന്നുള്ള ഫോമാ പറഞ്ഞത്. പിന്നെ ഒബ്ജക്റ്റ്, അങ്ങനെയാണല്ലോ പറഞ്ഞത്. എക്സാമ്പിൾ, ഫസ്റ്റത്തെ എക്സാമ്പിൾ തന്നെ ഒന്ന് നോക്കി നോക്കിയാൽ I walked to the school yesterday എന്ന് പറഞ്ഞില്ലേ. I എന്ന് പറയുന്നത് സബ്ജക്റ്റ്, walked എന്ന് പറയുന്നത് വേർബിന്റെ രണ്ടാമത്തെ ഫോം, to the school എന്ന് പറയുന്നത് എന്താണ്, ഒബ്ജക്റ്റ് അല്ലെ. ആ ഒരു എന്താണ് ഫോർമുലയിലാണ് നമ്മൾ ഈ സംഭവം ഇങ്ങനെ കഴിഞ്ഞു പോയ സംഭവങ്ങൾ പറയാ. ഇത് ആദ്യമേ ഫോർമുലയും പഠിപ്പിച്ചു, എന്നിട്ട് ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, ഇതെങ്ങനെയാ പറയാമെന്നും ചോദിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് അത്രത്തോളം എഫക്റ്റീവായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ സ്വയം കണ്ടെത്തിയ ഒരു വഴിയാണ് ഇങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വേർഡ്സുകൾ പരിചയപ്പെടാം അല്ലെ. പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസിന് യൂസ് ചെയ്യുന്ന കുറച്ച് ടൈമുകൾ അല്ലെ. അത് ഏതൊക്കെയാണ്? യെസ്റ്റർഡേ, ലാസ്റ്റ് നൈറ്റ്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഇയർ എന്നൊക്കെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സുകൾ. അതേപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വീഡിയോന്റെ ലാസ്റ്റിൽ ഞാനൊരു ക്യൂസ് കൊടുക്കുന്നുണ്ട്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് നിങ്ങൾക്ക് ഒന്നുകൂടെ തറോ ആവാൻ വേണ്ടിയിട്ട് ക്യൂസുകൾ കൊടുക്കുന്നുണ്ട്. അത് അറ്റൻഡ് എന്തായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ഈ ക്ലാസ് കണ്ടതിന് ശേഷം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് തറോ ആവുകയുള്ളൂ. നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം അത് പറയുകയും വേണം കേട്ടോ, പ്രാക്ടീസ് ചെയ്യുകയും വേണം, വായ തുറന്ന് സംസാരിക്കുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ക്യൂസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ തന്നിട്ടുള്ള വേർബുകളെ നിങ്ങൾ ക്ലാസിഫൈ ചെയ്യണം. റെഗുലർ വേർബും ഇറഗുലർ വേർബും കണ്ടെത്തിയിട്ട് അതാത് കോളത്തിൽ എഴുതുക. സെക്കൻഡ് ഫേസിൽ വരുന്നത് മാച്ചിങ് ആണ് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ പാസ്റ്റിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. റൈറ്റ് ദ കറക്റ്റ് വേർബ് ഇൻ ഇറ്റ്സ് പാസ്റ്റ് ഫോം. ഇതിൻ്റെ പാസ്റ്റ് ഫോമാണ് എഴുതേണ്ടത്. കറക്റ്റ് വേർബ് ഏതാണെന്ന് കണ്ടെത്തിയിട്ട് എല്ലാ വേർബിൻ്റെയും മീനിങ് നിങ്ങൾ നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. അതിൻ്റെ പാസ്റ്റ് ഫോമാണ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ കഴിയും. താങ്ക് യു. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായി കാണും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.